ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സാരിയാണ് ഇവിടെ എടുത്തിട്ടേക്കുന്നത്. ഈ സാരി വെച്ച് നമുക്കൊരു അടിപൊളി പാൻറ്റും ടോപ്പും തയ്ക്കാം. അപ്പോൾ ആദ്യം ഈ സാരിയുടെ ലേസ് അങ്ങ് ഇളക്കി മാറ്റണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലേസ് അങ്ങ് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ലേസ് എല്ലാം ഇളക്കി മാറ്റി വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ആദ്യമേ ഈ തുമ്പിലുള്ള ആ ഉടുക്കുന്ന ഭാഗത്തെ ഒരു പീസ് ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. അത് വെച്ച് അടുത്ത ഭാഗം അത് പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയാണ്. എന്താണെന്നല്ലേ, പ്ലെയിനായിട്ടുള്ളത് ഉള്ള ഭാഗമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് പാൻറ്റിനുള്ള തുണി എടുത്ത് മാറ്റി. ഇനി ടോപ്പിനുള്ള ഭാഗം, ടോപ്പും മുന്താണിയുടെ ഭാഗമാണ് ഫ്രണ്ട് കൊടുക്കുന്നത്. അപ്പം ടോപ്പിനുള്ള ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ടാണ് വെട്ടുന്നത്. ഫ്രണ്ടാണ് നമ്മൾ അളന്ന് കട്ട് ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്ക് പാർട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് ആ ഫ്രണ്ട് പാർട്ടിൻ്റെ അത്രയും ഇറക്കം കിട്ടുന്നില്ല. 46.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അത്രയും കിട്ടാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് തുണിയും കൂടെ മുകളിൽ വയ്ക്കാൻ വേണ്ടി, ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വയ്ക്കാൻ വേണ്ടി വെട്ടിയെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്കിപ്പോൾ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇറക്കം 46.5 ഇഞ്ചാണ്. ഇപ്പം നമ്മൾ 46 ഇഞ്ച് അളന്നെടുത്തു. എന്നിട്ട് 46 മുകളിൽ ഒരു 1/2 ഇഞ്ച് കൂടെ അധികത്തിൽ എടുക്കണം. മുകളിലത്തെ തയ്യൽ തുമ്പിന് വേണ്ടി താഴെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ 7 താഴോട്ടും 7. അപ്പം അത് അടയാളപ്പെടുത്തി. ഇനി വണ്ണം എന്ന് പറയുന്നത് ചെസ്റ്റ് വണ്ണം 11. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി അതും നമുക്ക് ഷേപ്പ് വരച്ച് കൈക്കുഴി അടയാളപ്പെടുത്താം. അപ്പോൾ അതിൻ്റെയും കൈക്കുഴി നമ്മൾ അടയാളപ്പെടുത്തി. ഇനി വേസ്റ്റ് ഇറക്കം 14. ഇനി സ്ലിറ്റ് ഇറക്കം 21. വേസ്റ്റ് വണ്ണം 10. അതിൻ്റെ കൂടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ് വെക്കുന്നു. ഇനി നമുക്ക് സ്ലിറ്റ് വണ്ണം 11.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പിനുണ്ട്, 11.5 ഇഞ്ച്. അതിൻ്റെ കൂടെ ഇനി 1 ഇഞ്ച് കൂടെ കൂട്ടണം. എന്നിട്ട് അതും വരച്ചു. ഇനി താഴെ നമുക്ക് താഴത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ 12. അതിൻ്റെ കൂടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്ത് നമ്മൾ അവിടെയും അടയാളപ്പെടുന്നു. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് താഴോട്ട് വരച്ചെടുക്കുന്നു. ഇനിയിപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നു. ഇപ്പം ഇത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ബാക്ക് പാർട്ട് ഇനി നമ്മൾ 2ആയിട്ട് മടക്കിയിടുന്നു. എന്നിട്ട് മുകളിൽ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞില്ലേ തുണി മുഴുക്കത്തിലെന്ന് പറഞ്ഞില്ലേ മുകളിൽ. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന, നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരുന്ന ആ തുണിയും കൂടെ അവിടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതേ അളവിൽ, ആ ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബാക്ക് പാർട്ട് ഇതിങ്ങനെ കൂട്ടി യോജിപ്പിക്കണം. ഇങ്ങനെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് തുണിയെടുത്ത് 4ആയിട്ട് മടക്കിയിട്ട്, ഇനി സ്ലീവിൻ്റെ ലെങ്ത് 18 ഇഞ്ചാണ്. എന്നിട്ട് നമ്മൾ ഒരു വര വരയ്ക്കുന്നു. എന്നിട്ട് കൈക്കുഴി 9.5 എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുന്നു. ഇനി കൈവണ്ണം 6, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവും വെട്ടി. ഇനി സ്ലീവിനകത്ത് ഈ ലേസ് നമ്മൾ മാറ്റി വെച്ചില്ലേ, അതിൽ നിന്ന് കുറച്ച് സ്ലീവിൻ്റെ താഴ്വശത്തും കുറച്ച് വെക്കണം, 2 സ്ലീവിൻ്റെയും. പിന്നെ ടോപ്പിൻ്റെ ഫ്രണ്ടിൻ്റെ താഴ്ഭാഗത്തും വെക്കാനുള്ളത് കട്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്. ഇനി പാൻറ്റിൻ്റെ തുണിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്.
ഇനി ഇതിൻ്റെ ലെങ്ത് 40 ഇഞ്ചാണ്. അപ്പം മുകളിൽ 2 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്, താഴെയും 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട് അധികത്തിൽ. അതിനിടയ്ക്ക് 40 ഇഞ്ച് നീളവും കൊടുക്കും. അപ്പം 44 ഇഞ്ച് മൊത്തം ലെങ്ത് എടുക്കുന്നുണ്ട്. അവിടെ വണ്ണം എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. അവിടെ 13 ഇഞ്ച് നമ്മൾ അവിടെ എടുക്കുന്നു. അതേപോലെ താഴോട്ട് 16 ഇഞ്ച് എടുക്കുന്നു. എന്നിട്ട് അവിടെയും 13 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നേരെ ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ 3 ഇഞ്ച് അധികത്തിൽ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് അതിനൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് താഴെ 8 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ വരച്ചെടുക്കുന്നു. അതിനി കട്ട് ചെയ്തെടുക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഈ ടോപ്പ് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ പാൻറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.